നമസ്കാരമുണ്ട്. ഞാൻ സുഭാഷ് തിരുവനന്തപുരത്തിലാണ്. ഇതിന്റെ മുമ്പേ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആ ചാനലിൽ മലൂസ് നേപ്പാളി ആ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. 2 പാർട്ട് ലാൻഡ്സ്കേപ്പ് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് പാർട്ടാണത്. ലാസ്റ്റ് ഫിനിഷിംഗ് പാർട്ടാണ്. കഴിഞ്ഞു, ജോലി കഴിഞ്ഞു, നമ്മളെല്ലാം ജോലി കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ. അപ്പോൾ ആ പ്രസംഗം ഞാൻ അത് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകും. ലാസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ഇടുക കേട്ടോ. കമന്റ് ഇടുക മറക്കല്ലേ. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെയുണ്ട്? ഇതിന് ബെറ്റർ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് അത് നിങ്ങൾ കമന്റ് ഇട്ടാൽ ഞാൻ അതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം ബറി ഫോളോ മീ. ഇതാണ് കമ്പനി, അലുമിനിയം ഇൻഡസ്ട്രി ലിമിറ്റഡ്. അതിൻ്റെ ഡിവിഷൻ ഇതാണ് കമ്പനി സ്ഥാപനമാണത്. കാവിൻപുറത്തിലാണ്. പുള്ളിയർക്കണം പോണ വഴി, പേട് പോണ വഴി, അതിന് സെന്ററിലാണ് ഇരിക്കുന്നത്. കാവിൻപുറത്തിൽ അതിൻ്റെ ഡിവിഷൻ. ഇവിടെയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാ അടുത്തേക്ക് പോവാല്ലേ. എങ്ങനെയുണ്ട് പ്രസിഡന്റ്? കൊള്ളാം അല്ലേ? ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സൂപ്പറായിട്ട് എങ്ങനെയല്ലേ? അടിപൊളി. റൗണ്ട് ഈ മൊത്തം റൗണ്ടായിട്ട് ഇങ്ങനെ ചെയ്തിരുന്നില്ലേ? ഈ റൗണ്ട് നമ്മൾ എങ്ങനെ ഇതിൻ്റെ ബോർഡറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് പാൻഡനൂസ് ആണ്. ജപ്പാൻ ഫോറസ്റ്റ് ഗ്രാസ് എന്നും പറയും ഇതിന്. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് പിബിൾസ് കല്ലിട്ട്, വെള്ളക്കല്ലും പിന്നെ ഈ കല്ലിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രാസ് ഇട്ട് നമ്മളിങ്ങനെ പോയിട്ടുണ്ട്. അതാണ് ഇതതിൻ്റെ പെർപ്പിൾ ക്ലോറിന് പറയും. ഫിംഗർ ഫ്ലവർ എന്ന് പറയും. ജപ്പാനും ചൈന അവിടെയാണ് കൂടുതലായിട്ട് ഇരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട് ബിഗോണിയാണ് ഈ നമ്മൾ ചെയ്തത്. ചട്ടി നമ്മൾ ഓട്ടിട്ട് ചട്ടിയോടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. നാളെ അഥവാ ചീത്ത ആയാൽ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കറുപ്പ് കല്ല് ചിപ്സ് കല്ലിട്ട് ഇതോടെ സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് സൈസിഗി ട്രിപ്പിൾ കളർ പ്ലാന്റ് ആണ്. ഒരു 3 കളറായിട്ട് അങ്ങനെ ഇട്ടിരുന്ന പ്ലാന്റ് ആണ്. അത് നമ്മൾ അങ്ങനെ ചട്ടിയോടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് മേലെ കല്ല് ഇട്ടിട്ടുണ്ട്. ബാക്കി ഈ സൈഡിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ബിഗോണിയാണ്. പല കളറായിട്ടുണ്ടല്ലേ കാണാൻ. പിന്നെ ഈ ഇങ്ങനെ കളറിട്ട് നമ്മളിതിന് ഈ കളർ ഇങ്ങനെ ചെയ്ത് കൊടുത്തു. അതിനുണ്ട് എല്ലാം ട്രിപ്പിൾ കളറാണ്. ഇതൊക്കെ കല്ലിട്ട് കണ്ട് ലൈനാക്കി കല്ല് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത്രയും നമ്മൾ ഇട്ടിങ്ങനെ വെച്ചാൽ ഓറഞ്ച് ജാസ്മിൻ പ്ലാന്റ് എന്ന് പറയും. ഇത് വന്നിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ആണ് സംഭവം കൂടുതലായിട്ട് ഇരിക്കുന്നത്. ഇവിടെ ഇന്ത്യയിലും കിട്ടും. നല്ല ഒരു പ്ലാന്റാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റും ലാൻഡ്സ്കേപ്പിംഗ് വേണ്ടി. പിന്നെ ഇത് കണ്ടോ? ഇതൊരു മരമാണ്. ഇതാണ് മാംഗോസ്റ്റീൻ പ്ലാന്റ് എന്ന് പറയുന്നത്. മാംഗോസ്റ്റീൻ പ്ലാന്റ് നല്ല ഫ്രൂട്ട് കിട്ടും കേട്ടോ. നല്ല ഫ്രൂട്ടായിട്ടുണ്ട് അതിലേക്ക്. എന്നിട്ട് അതിങ്ങനെ നമ്മൾ ചെയ്ത് ഈ കളറായിട്ട് ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇതിങ്ങനെ ചെയ്തു കല്ലൊക്കെ ഇട്ട് ഡിസൈനാക്കി ഇവിടെ ഒരു ലൈറ്റ് ഇട്ടത് കൊണ്ട് നമ്മളിതിന് ഒരു പൂ പോലത്തെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ശിശുവിൻ്റെ കല്ല് ഇങ്ങനെ നമ്മൾ ഈ കല്ലായിട്ട് നടക്കുന്ന സെൻറ്ററിൽ നടക്കുന്ന പാത ആക്കി അതിനാക്കിയിട്ടുണ്ട്. പിന്നെ പശുക്കളുടെ ഈ സംഭവം കാണാം. ഏതിനും കല്ലിൽ ഇങ്ങനെ ഇട്ട് കളറായിട്ട് നമ്മൾ ഇട്ട് ഈ പ്ലാന്റ് കണ്ടു സൂപ്പറായിട്ട് പൂ പൂക്കും. നല്ല ബുഷ് പോലത്തെ ഉണ്ടാകും കേട്ടോ. ഇത് ഹിക്കാസാഗി ആണ് ഇതിൻ്റെ പേര്. റോക്ക് ഗാർഡനും പിന്നെ ബോർഡറിലും ഇടാം, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇടാം. അതായത് ഇതാണ് നമ്മൾ നോക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ ലോട്ടസിന് വേണ്ടി അങ്ങനെ ആമ്പിൾ അങ്ങനെ പറയും. ആമ്പിളിൻ്റെ പിന്നെ വെച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് പിന്നെ ഇവിടെ ഒരു ബട്ടർഫ്ലൈ പോലെ ഒരു ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ച് ഈ കല്ലിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റോസ് ഉണ്ട്. സൂപ്പറായി കൂട്ടിട്ടുണ്ട്. ഈ റോസ് ഉണ്ട് അങ്ങനെ ചെയ്ത്. പിന്നെ അഡീനിയം ഡെസേർട്ട് റോസ് എന്ന് പറയും നമ്മളിതിൽ. അഡീനിയം നമ്മൾ ഇത് റോക്ക് ഗാർഡൻ ആക്കി. ഇതിൽ മാത്രം ഇത്രയും നമ്മൾ ഷേപ്പിൽ റോക്ക് ഗാർഡൻ ആക്കിയിട്ടുണ്ട്. അതെ, കണ്ട പ്രശ്നം എങ്ങനെയുണ്ട്? സൂപ്പർ ഉണ്ടല്ലേ? റോക്ക് ഗാർഡൻ ആക്കിയിട്ടുണ്ട്. ആ സൈഡിലൊക്കെ നമ്മൾ കല്ല് അങ്ങനെ ഇട്ട് അങ്ങനെ കുറേ സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചട്ടിയോടെ നമ്മൾ അകത്ത് ഇട്ടത്. ഇതൊക്കെ ചട്ടിയിൽ നമ്മളകത്ത് മണ്ണിട്ട് റോട്ടായിട്ട് അങ്ങനെ ഇട്ടു. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ബോർഡറാക്കി കൊടുത്ത് നമ്മൾ ഈ ഗ്രീൻ ഇത് വെച്ചു, ഡ്യൂപ്ലിക്കേറ്റ് ഗ്രാസ് വെച്ചു. പിന്നെ വെള്ള കളറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇതിങ്ങനെ ചെയ്ത് ഇതിങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ ചെയ്തു. ഇതെല്ലാം കണ്ട തെങ്ങ് മരത്തിലെ മൂട്ടിലിരിക്കുന്ന റൗണ്ട് അടിച്ച് നമ്മൾ ബിഗോണിയസ് ഇട്ട് റൗണ്ട് അടിച്ചു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതാണ് സംഭവം. പിന്നെ ഒരു കല്ല് ഇങ്ങനെ കാലിൻ്റെ പാട് പോലെ അല്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുളം വരണം. അത് കഴിഞ്ഞ് നമ്മൾ കുളം അങ്ങനെ സൈറ്റായിട്ട് കാണുമ്പോൾ വെള്ളം അങ്ങനെ കയറിയിട്ടുണ്ടോ നമ്മൾ കുറച്ച് മീനിട്ടുണ്ട്. കുറേ മീനുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും മീനൊക്കെ. കണ്ടോ? മീൻ സൂപ്പറായിട്ട് മീനിന് പോകുന്നില്ലേ? മീനാണ് അറ്റത്തിൽ ഇരിക്കുന്ന മീൻ. ആമ്പൽ പൂത്തിട്ടുണ്ട്.
പല പല കളറായിട്ട് ഈ ഒരു കളറ് ഈ ഇങ്ങനത്തെ ബ്ലൂ കളർ 50 അങ്ങനെ ഇട്ടിട്ടുണ്ട്. അവർ വാച്ചിങ് പോലെ കൊക്കിട്ടുണ്ട് കുറേ, ഇവിടെയും കൊക്ക്, എല്ലാത്തിലും കൊക്ക് കണ്ടോ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമ്മൾ. സൂപ്പർ ഉണ്ടല്ലോ കാണാൻ സൈറ്റായിട്ട് ഇങ്ങനെ. പറയാൻ മറന്നുപോയി, ഈ സംഭവം ഇത് ഇങ്ങനെ ഒരു സ്റ്റൈലാക്കിയിട്ട് ഇത്ര ഇതിങ്ങനെ ചെയ്ത് സ്റ്റൈലാക്കി ഇത് നമ്മൾ ഇട്ടു. ഇതാണ് ബ്ലാക്ക് മാജിക് എന്ന് പറയും. ഈ ചെടിക്ക് നമ്മൾ ബ്ലാക്ക് മാജിക് എന്ന് പറയും. ഇതിൽ പറയുന്നത് എങ്ങനെ വെച്ചാൽ എലിഫാൻറ്റ് പറഞ്ഞാൽ മറ്റേ ആനേൻ്റെ കാതാണ് പറയുന്നത്. ആ ഷേപ്പിലല്ലേ ഇരിക്കുന്നത് ആനേൻ്റെ കാത്, അതുകൊണ്ട് ആനേൻ്റെ കാത് എന്ന് പറയും. ബ്ലാക്ക് മാജിക് ആണ് ഇതിൻ്റെ പേര് പ്രത്യേകം. അങ്ങനെ പിന്നെ ഇവിടെ കുറേ കല്ലുകൾ ഇട്ടു. ഈ തെങ്ങുമരത്തിന് ബിഗോണിയ നമ്മൾ ചെയ്തു. ഒരു കൊക്കുണ്ട്. ഇതൊക്കെ മീനിട്ടുണ്ട് നമ്മൾ. കുറേ മീൻ, 100 മീനാണ് നമ്മൾ ഇട്ടത്. ചെറിയ ചെറിയ മീനുകളാണ്, 100 മീനാണ് നമ്മൾ ഇട്ടത്. അങ്ങനെ ഇട്ട് ചെയ്തിട്ടുണ്ട്. കേട്ടോ സൂപ്പറായിട്ട് ഇങ്ങനെ പറഞ്ഞത് കാണുമ്പോൾ ഭയങ്കരമായിട്ടുണ്ടാവും. ഇതിൻ്റെ മേക്കിംഗ് മാത്രം വീഡിയോ ഇട്ടിട്ടുണ്ടോന്ന് അത് പ്രശ്നം കാണുക. അപ്പോഴേക്ക് വെള്ളം പറഞ്ഞ കേട്ടോ, ഇതിൻ്റെ മേലെ വെള്ളം പറഞ്ഞ ഇങ്ങനെ സൂപ്പറായിട്ടുണ്ട്. സൂപ്പറാ കേട്ടോ. കാണാൻ ഭയങ്കര 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 രസമാണ് കാണുമ്പോൾ. സൂപ്പറാണ്. കുറേ മീനുകളുണ്ട് ഇതിൽ. ഒരു വെള്ള കളർ മീൻ, ചുവപ്പ് കളർ മീൻ, അങ്ങനെ കുറേ ഉണ്ട്. കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ കുട്ടികളുണ്ട്. അത് കുട്ടികളാണ്, കുറേ കുട്ടികളൊക്കെ പ്രസവിച്ചിട്ടുണ്ട് ഇതിൽ. നമ്മൾ 100 വെച്ചാൽ 100ന്റെ മേലെ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര 100+100 ആയി കാണും. കേട്ടോ എല്ലാ കുട്ടികൾ ചെറിയ കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മീനുണ്ട് ഈ കുളത്തിൽ. ഓക്കെ, ബാക്കി കണ്ട സൂപ്പർ അല്ലേ. കണ്ട ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നും കേട്ടോ നമുക്ക്. അങ്ങനെയുള്ള സംഭവമാണ്. ഇങ്ങനത്തെ ചാട്ടം ഇങ്ങനത്തെ വെച്ച് കണ്ട. സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോകും. ഇതിങ്ങനെ റൗണ്ട് ആക്കി ഇതിന് നല്ല കല്ലിട്ടു. അങ്ങനത്തെ ഇതാണ് ലിൻഡാണ പറയും. ഗാർഡൻ ലാൻഡ്സ്കേപ്പിങ്ങിനും പിന്നെ കോമൺ വെറൈറ്റീസ് ഉണ്ട്. ഗാർഡൻ ലാൻഡ്സ്കേപ്പിംഗ് ബെസ്റ്റാണ്, നല്ല സംഭവമാണിത്. 4-5 പൂക്കൾ എൻ്റെ വെറൈറ്റീസ് ഉണ്ട്. റെഡ്, പിങ്ക്, പിന്നെ യെല്ലോ അങ്ങനെ ഉണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ പറഞ്ഞ ഈ ചെടി ഇതിനെ എടുത്ത് കാണിക്കുന്ന ഭംഗിയുള്ള ചെടിയാണിത്. ഗോൾഡൻ ഫ്ലാഷ് അലേറിയ എന്ന് പറയുന്നത്. ഗോൾഡൻ ഫ്ലാഷ് ആണ് ഈ പ്ലാന്റ്. ഇത് നമ്മൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇത് ഭംഗിയായിട്ടുള്ള ഒരു ചെടിയാണിത്. ഇതിന്റെ പേരാണ് യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ അങ്ങനെ പറയുന്ന ചെടിയാണ്. അതിന്റെ പിന്നെ ബ്രൗൺ ഫ്രീഷ, ഫ്ലോറ അങ്ങനെ പറയാം. 3 കളർ 3 കളറായിട്ടാണ് പറഞ്ഞത്. ഇതിന്റെ പേര് ഇങ്ങനെ നമ്മൾ ചെയ്ത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അടുത്ത പറയാൻ വിട്ടു പോയി. ഈ സംഭവം കണ്ടോ, ഇത് കണ്ട സർപ്പക്കാന്തി മരമാണ്. സർപ്പക്കാന്തി മരമാണ് നമ്മൾ ഇതിനെ ചെയ്തിരിക്കുന്നത്. ഇത് നല്ല നിർത്തി നമ്മൾ ചെയ്തതാണ്. ഇതിൽ ഫുൾ റൗണ്ട് ആയിട്ട് നമ്മൾ ബിഗോണിയ ഇട്ടു. ഈ ചട്ടിയോടെ നമ്മൾ ബിഗോണിയ ഇട്ടിട്ടുണ്ട് ഇതിന്. അങ്ങനെ ചെയ്തു. കണ്ടോ പൂ അല്ലേ, സൂപ്പർ ആയിട്ടുള്ള പൂ. ഇതാണ്. ഇത് നല്ല വൃത്തിയാണ് നമ്മൾ ഈ ബിഗോണിയ ഒക്കെ ഇട്ട് അങ്ങനെ ചെയ്ത്. ഓക്കെ, അതിൻ്റെ ഡിവിഷൻ എന്ന കമ്പനി ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഒരു 3 തെങ്ങ് മരം, പിന്നെ മാങ്ങ മരം ഉണ്ട്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സൂപ്പറാണ്. അപ്പൊ ഇത്രയും നമ്മൾ കഷ്ടിച്ച് ചെയ്തതാണ്. ഇത്രയും ചെയ്ത് ഇട്ടുണ്ട്. 3 പാർട്ട് ഇട്ടുണ്ട്, മേക്കിംഗ്, ഫിനിഷിങ്. ഓക്കെ, അപ്പൊ എല്ലാം കാണുക. ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ലൈക്ക്, കമന്റ്, ഷെയർ മറക്കരുത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം, ബൈ.